ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മത്തി പപ്പായ കൂട്ടുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ പപ്പായ മുറിച്ചത്, പൂളക്കിഴങ്ങ് കഷ്ണം വെട്ടിയത്, പച്ചക്കായ കഷ്ണം വെട്ടിയത്, മത്തി ചീനമുളക് ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മാങ്ങ കഷ്ണം നുറുക്കിയത്, ഒരു തണ്ട് വേപ്പിൻ്റെ ഇല. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. മത്തി ഞാൻ 2 എണ്ണം മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മത്തി ഇവിടെ ആർക്കും വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ 2 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. മത്തി കുറച്ച് കൂടുതൽ എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഇവിടെ പറ്റാത്തത് കൊണ്ടാണ്. പിന്നെ ഈ മത്തി നമ്മൾ ആദ്യം മാങ്ങയിട്ട് വേവിച്ചിട്ട് ഒന്ന് നന്നായി വേവിച്ചിട്ട് മുള്ള് കളഞ്ഞ് മാറ്റി വെക്കണം. എന്നിട്ട് ഈ ചേരുവകളൊക്കെ നല്ല വെന്തതിന് ശേഷം മത്തി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി വേവിച്ചതിന് ശേഷം നമുക്ക് ഇത് സെറ്റാക്കി എടുക്കാം. ചീനമുളക് ഞാൻ ഞെട്ടിയോടെയാണ് ചതച്ചിട്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പച്ചക്കായയും നല്ലോണം വെന്ത് ചേരണം, എന്നാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അടുപ്പത്ത് വെള്ളം നന്നായി തിളയ്ക്കുന്നുണ്ട്. നമ്മളുടെ ചേരുവകളൊക്കെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലവണ്ണം തിളച്ച് വെന്ത് വരുമ്പോൾ മത്തി ഇതാ ഇവിടെ നേരെയാക്കി വെച്ചിട്ടുണ്ട്, മുള്ളൊക്കെ കളഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ആ മത്തി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് നല്ല വറ്റി കഴിഞ്ഞതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. ഉപ്പ് ഞാൻ ഒരു അര ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യം പോലെ ചേർക്കുക. എത്ര ഉപ്പ് വേണം അതിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഇതൊക്കെ ഒന്ന് വെന്ത് നല്ലോണം സെറ്റായി വരട്ടെ. എന്നിട്ട് അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് എണ്ണയിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിലിട്ട് കൊടുത്ത് മൂപ്പിച്ചതിന് ശേഷം ഈ വെന്ത് സെറ്റാക്കി വെച്ച കൂട്ടുകറിയിലേക്ക് നമുക്ക് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പായ കൂട്ടുകറി ശരിയായിട്ടുണ്ട്. ഇവിടെയൊക്കെ പപ്പായ എന്നും പറയും, ഓമക്കായ എന്നു പറയും, കർമൂസും കായ എന്നു പറയും, പല രീതിയിലും ഇതിനെ പറയും കേട്ടോ. എന്തായാലും ഇവിടെ നമ്മുടെ പപ്പായ മത്തി കൂട്ടുകറി ശരിയായിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങളും നല്ലോണം വെന്ത് ചേർന്നിട്ടുണ്ട്. മത്തി നല്ലോണം വെന്ത് മുള്ള് കളഞ്ഞ് മാറ്റി വെച്ചത് ഞാൻ അത് വെന്ത വേവായി ഇറക്കാൻ നേരത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ വെള്ളം 4 ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുള്ളത്. വെള്ളം വെക്കുമ്പോൾ തന്നെ കഷ്ണങ്ങളൊക്കെ ഇട്ട് വിടുമ്പോൾ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇടാം. പിന്നെ ഇവിടേക്കൊക്കെ മത്തി എന്നാണ് പറയുക കേട്ടോ. വേറെ ചില ഭാഗങ്ങളിലേക്കൊക്കെ ചാള എന്ന് പറയും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും വേപ്പിൻ്റെ ഇലയൊക്കെ ഞാൻ നല്ലോണം എണ്ണയിൽ കടുക് പൊട്ടിച്ച് മൂപ്പിച്ച് കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് വറവിട്ടിട്ട് ഇതിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പപ്പായ മത്തി കൂട്ടുകറി സെറ്റായിട്ടുണ്ട്. ഇനി ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്.